സ്പെഷ്യൽ സമ്മറി റിവിഷൻ 2025 ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഹൗസ് ടു ഹൗസ് H2O എന്ന് പറയുന്ന സംഭവം H2H എന്ന് പറഞ്ഞാൽ ആ ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ അല്ലേ, വിസിറ്റ് നടത്താൻ വേണ്ടിയാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് PSC, ആ ഡെമോഗ്രാഫിക് സിമിലർ ആയിട്ടുള്ള വിവരങ്ങൾ, പേര്, അഡ്രസ്, മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുള്ള ആളുകളെ, ഒന്നിലധികം ആളുകൾ അങ്ങനെ വന്നിട്ടുള്ളവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഫോട്ടോ സിമിലർ ആയിട്ടുള്ള അത്തരത്തിലുള്ള കേസുകളും താലൂക്ക് ഓഫീസിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുള്ള കേസുകളിൽ മാത്രം, അത് ഈ LAC-യിലുള്ളതും നമ്മുടെ ബൂത്ത് പരിധിയിലുള്ളതുമായ കേസുകൾ മാത്രമേ അയച്ചു തരുന്നുള്ളൂ. അതിൽ നമ്മൾ വേണ്ട അന്വേഷണം നടത്തി ഒഴിവാക്കേണ്ട കേസുകൾ ഒഴിവാക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യുക. പിന്നെ പതിവായി എല്ലാ വർഷവും നടത്താറുള്ളതാണ് സ്പെഷ്യൽ സമ്മറി റിവിഷൻ. നമ്മുടെ വോട്ടർ പട്ടിക പുതുക്കുക, വോട്ടർ പട്ടികയിലുള്ള അപാകതകളൊക്കെ പരിഹരിക്കുക, വോട്ടർ പട്ടികയിലുള്ള ഇരട്ടിപ്പുകൾ ഒഴിവാക്കുക, പിന്നെ ഷിഫ്റ്റഡ് ഡെത്ത് എന്നൊക്കെ കേസുകൾ, അതൊക്കെ ഒരുപാട് കാലം കൊണ്ട് കേൾക്കുന്നതും ചെയ്യുന്നതുമാണ്. പുതുതായിട്ട് BLO ഉദ്യോഗസ്ഥനായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഒരു സാറുണ്ട്, രണ്ടുപേരുണ്ട്, വളരെ കുറവാണ്. ബാക്കിയുള്ള ഈ കഴിഞ്ഞ ഒരു വർഷമായി 1.5 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളുകളാണ്. അപ്പൊ കുറച്ചുപേര് മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോയവരുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഇപ്പം ഈ സ്മാർട്ട് ഫോണിന്റെ ലോകത്താണ്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള BLO ആപ്പ് അതിന്റെ ഏറ്റവും റിവൈസ്ഡ് വെർഷൻ 7 അല്ലേ, അതായിരിക്കണം എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അതായത് ഈ ആപ്പ് പ്രവർത്തിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ ലോഗിനിൽ കയറി വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ ഹൗസ് ടു ഹൗസ് ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ മൊബൈൽ ആപ്പിൽ പ്രവേശിക്കണം. ആ മൊബൈൽ ആപ്പിൽ കയറി കഴിയുമ്പോൾ അതിന്റെ ഏറ്റവും ഹോം പേജ് എന്ന് പറഞ്ഞാൽ ആ കവർ പേജിൽ നമുക്ക് കുറച്ച് ഡാഷ് ബോർഡും അതും അവിടെ കാണാം. അതിന്റെ താഴെയായിട്ട് ഫെസിലിറ്റീസ്, ചെക്ക് ലിസ്റ്റ്, ഫോംസ്, H2H സർവേ, DSC, BLO രജിസ്റ്റർ, PSC, ചെക്ക് നോട്ടിഫിക്കേഷൻ എന്നിത്യാദി കുറച്ച് മെനൂസ് അവിടെ നമ്മളിങ്ങനെ തുറന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ അവിടെ കാണാൻ കഴിയും. എന്നാൽ നമ്മൾ ഈ H2H സർവേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഹോം പേജിന്റെ ഏറ്റവും മുകളിൽ ഇടത്തെ സൈഡിലായിട്ട് 3 വരകൾ ഉണ്ടാവും. നിങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും, സാധാരണ ഇങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ കയറി കഴിയുമ്പോൾ അങ്ങനെയാണ്. ആ 3 വരകൾ ആ മെനൂസിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് കുറച്ച് മെനൂസ് കടന്നു വരും, അല്ലെങ്കിൽ ഓപ്ഷൻസ് കടന്നു വരും. അതിന്റെ പേര് തന്നെ ഞാൻ പറയാം: ഹോം, മൈ പ്രൊഫൈൽ, BLO, FAQ, ഇലക്ടർ, ഡേറ്റ, സിങ്ക്, അബൌട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കോൺടാക്ട് അസ്, ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു 11 ഓപ്ഷൻസ് ഉണ്ടാവും. അതില് 5ാമത്തെ ഇലക്ടർ, ഡേറ്റ, സിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാം. അതിലൂടെ ഒരു കാര്യം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഹൗസ് ടു ഹൗസ് വിസിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം നമ്മുടെ മൊബൈൽ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ ഈ ആപ്പിൽ BLO ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പൊ ഇലക്ടർ, ഡേറ്റ, സിങ്ക് എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡേറ്റ സിങ്കിങ് എന്ന് പറഞ്ഞ ഒരു പേജിലേക്ക് നമ്മൾ കയറും. അവിടെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. പഴംപൊരി വന്നു, പഴംപൊരിയാണോ കഴിക്കുന്നത്? ബിസ്ക്കറ്റ് കാരണം ഇവിടെ നോക്കി കണ്ണാടി വെച്ചിട്ട് പഴംപൊരിയായിട്ട് കൊടുക്കും ചെറുതാണെങ്കിൽ. അപ്പൊ ഇലക്ട്ര ഡേറ്റ സിങ്ക് എന്ന്, അപ്പൊ ഈ ഇലക്ട്ര ഡേറ്റ സിങ്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ആ ആപ്പിൽ ഓൺലൈൻ എന്നും ഓഫ്ലൈൻ എന്നും മുകളിൽ രണ്ട് ഭാഗത്തായിട്ട് ആദ്യം ഓൺലൈന് ഇപ്പുറത്ത് ഓഫ്ലൈൻ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മളതിൽ ഓഫ്ലൈൻ സെലക്ട് ചെയ്യണം. നമ്മളതിൽ ഓഫ്ലൈൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സിങ്ക് നൗ എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ബോക്സിനകത്ത് കാണിക്കും. സിങ്ക് നൗ ടോട്ടൽ ഇലക്ട്ര ഡേറ്റ എന്ന പേജിൽ സിങ്ക് നൗ എന്ന് പറഞ്ഞ് കാണും. ആ സിങ്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത്ര ജോലി നമ്മളോട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും നേരെ ആദ്യം എടുത്ത കണക്ക് ആ ആപ്പിന്റെ ഹോം പേജിൽ ചെല്ലുമ്പോൾ ഹൗസ് ടു ഹൗസ് സർവേ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. എല്ലാവരും എന്നാ നോക്കുന്നില്ല, മൊബൈൽ ഫോൺ ആയിരിക്കാൻ നോക്കുന്നത്. ആ H2H സർവേ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ട് വെരിഫൈഡ് എന്നും വെരിഫൈഡ് എന്നും രണ്ട് പാർട്ടായിട്ട്, ഒരു വശത്ത് നോട്ട് വെരിഫൈഡ്, ഒരു വശത്ത് വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൗസ് ടു ഹൗസ് വിസിറ്റ് ഒക്കെ നടത്തി കുറെ വെരിഫിക്കേഷൻ നടത്തുമല്ലോ, ഓരോരോ വീഡിയോയിൽ പോയി വെരിഫിക്കേഷൻ നടത്തി കഴിയുമ്പോൾ അതൊക്കെ വെരിഫൈഡ് എന്ന് പറഞ്ഞുള്ള ലിസ്റ്റോട്ട് മാറും. നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാത്ത ആ ലിസ്റ്റാണ്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നത് നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീടിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് നമ്മുടെ ഈ ആപ്പിൽ കാണാം, മൊബൈൽ ഫോണിൽ കാണാൻ പറ്റും. ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നിന്നും നമ്മൾ ഏത് വീട്ടിലാണ് പോയിരിക്കുന്നത് ആ വീട്ടിലെ ആളുടെ പേര് നമ്മൾ അതിൽ നിന്നും പിന്നെ മാറ്റി നോക്കി ആ ആളുടെ പേജിൽ നമ്മൾ എത്തണം. ആ ആളുടെ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ നോക്കുക. ആ വീട്ടിലെ നമ്പർ ഇതാണ്, വീട്ടുപേര് ഇതാണ്, ഈ വീട്ടിലെ ചേട്ടൻ ഇതാണ്, ചേട്ടന്റെ പേരെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വയസ്സുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന്റെ താഴെ വ്യൂ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഒരു പെട്ടിക്കകത്ത് ഒരു സാധനം കാണും. അവിടെ ക്ലിക്ക് ചെയ്യും. വ്യൂ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ വോട്ടറുടെ കുടുംബത്തിലുള്ള ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ചേട്ടന്റെ കാര്യം തന്നെ ഒന്നുകൂടി വിശദമായിട്ട് നോക്കുക. ചേട്ടന്റെ പേര്, വയസ്സ്, കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ശരിയാണോ, ഈ ചേട്ടൻ ഈ വീട്ടിൽ തന്നെ ഉള്ളതാണോ എന്നൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ആ ബൂത്ത് ലെവൽ ഓഫീസർ ആണല്ലോ ആ ബൂത്തിലെ. അപ്പം അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി താഴോട്ട് വരുമ്പോൾ ഫോട്ടോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അപ്പൊ അവിടെ നമ്മൾ ആ ഫോട്ടോ വ്യൂ ക്ലിക്ക് എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചേട്ടന്റെ ഫോട്ടോ അവിടെ നമ്മുടെ മുന്നിൽ കാണാം. അപ്പൊ നോക്കണം ചേട്ടന്റെ ഫോട്ടോ ഒന്നു തന്നെയാണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം അതങ്ങനെ നോക്കുക. പിന്നെ ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണും. ഇനി ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ ആണെങ്കിൽ ശരി ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഉണ്ടാവും. ഹൗസ് അഡ്രസ് ഇതെല്ലാം കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പൊ നമ്മൾ ഏത് വീട്ടിലാണ് ഇപ്പൊ ചെന്നിരിക്കുന്നത് ആ വീട്ടില് ഈ ചങ്ങാതി അവിടെ ഉണ്ടോ, ആളവിടെ പ്രസന്റ് ആണോ, അല്ലെങ്കിൽ അടിയന്തരം മൂലം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയേക്കണം. അറിയാലോ ചിലപ്പോ. അപ്പൊ അതൊന്ന് നോക്കി ആളവിടെ പ്രസന്റ് ആണ് എങ്കിൽ, ഉള്ളതാണ് എങ്കിൽ പ്രസന്റ് എന്ന് പറഞ്ഞുള്ള ആ ഒരു പെട്ടിക്കകത്ത് കാണും പ്രസന്റ്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. പ്രസന്റിന് ഇപ്പോഴത്തെ ഒരു ചെറിയ വട്ടം ഉണ്ടാകും, വട്ടത്തിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് സെലക്ഷൻ ആയി വീട്ടിലോ ആ വീട്ടിലുള്ള ആളാണ്, പ്രസന്റ് ആണ്, അങ്ങനെ സെലക്ട് ചെയ്യുക. ഇനി ചിലപ്പോൾ ചേട്ടൻ കുറെ നാളുകൾ ഇല്ലാത്ത ആളായിരിക്കാം, അങ്ങനെയുള്ള കേസ് എന്താണ് ആബ്സെന്റ് ആണ്. അപ്പൊ ആബ്സെന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ആബ്സെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് കുറെ വേറെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, എവിടെ പോയി, എത്ര കാലം എവിടെ മുങ്ങിയിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ച് ഉണ്ടാവും. അടുത്തത് എക്സ്പയർഡ് എന്ന് പറയും, ആളുടെ കാലാവധി കഴിഞ്ഞ് പോയതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസാണെങ്കിൽ എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം.
സെലക്ട് ചെയ്യണം. എല്ലാവരും നോക്കണം. അപ്പൊ അത് സെലക്ട് ചെയ്യണം. അപ്പൊ എക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് വരച്ചു പോയാണെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിന്റെ പുറകെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, ചില ഫോമൊക്കെ വരും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഇമെയിലുകളൊക്കെ കൊടുത്തിട്ട് കൂട്ടത്തിൽ ജനന സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ആരും ശ്രദ്ധിക്കില്ലല്ലോ. അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ കൃത്യമായിട്ട് പിടിച്ച് അപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഷിഫ്റ്റഡ് കേസ് ആണെങ്കിൽ ഷിഫ്റ്റഡ് എന്നുള്ളത് നമ്മൾ തൊട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് താഴെയുള്ള ഫോട്ടോ കറക്റ്റ് ആണോ കറക്റ്റ് അല്ലെങ്കിൽ ചോദിക്കും. യഥാർത്ഥ ആളാണ്, പ്രസന്റ് ആയ ആളാണ്, ഫോട്ടോ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് നമ്മൾ കൊടുക്കണം. ഇനി കറക്റ്റ് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ഇൻകറക്റ്റ് ആണ്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇൻകറക്റ്റ് സെലക്ട് ചെയ്താൽ ഉടനെ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവും. ഫോൺ നമ്പർ 8 പോകുന്ന കറക്ഷന് വേണ്ടിയുള്ള ഫോൺ നമ്പർ 8 ആവശ്യമായ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അവർക്ക് നല്ല ഫോട്ടോ ഒക്കെ വെച്ച് നമുക്ക് കൊടുക്കാം. അങ്ങനെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അവിടെ ചില സ്ഥലത്ത് അഡ്രസ് പേര് കറക്റ്റ് ആണോ സെയിം ആണോ, അഡ്രസ് സെയിം ആണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് സെയിം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ താഴ്ത്തു പോവാം. സെയിം അല്ലാന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൂടി കൊടുത്ത് മുന്നോട്ട് പോകുക. ഏറ്റവും അവസാനം ഒരു വ്യക്തിയുടെ ആ ഡീറ്റെയിൽസിന് ഏറ്റവും താഴെ PW എന്ന് കാണും. PWD അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ നോർമലി നോ എന്നുള്ള നിലയിലാണ് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് നൽകിയിരിക്കുന്ന ആപ്പിലുള്ളത്. ഇനി PWD ആണ് എങ്കിൽ അത് നമ്മളവിടെ യെസ് ഓർ നോ സെലക്ട് ചെയ്യണം. യെസ് സെലക്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ അതിനെന്ത് കൊടുക്കണം? അവരുടെ സർട്ടിഫിക്കറ്റ് എന്താണോ ആ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വോട്ടറുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. പരിശോധിക്കാൻ ഒരു മാർഗമുണ്ട്. എന്തുവാണ്? നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ് ആ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മൊത്തം നമുക്കിങ്ങനെ കാണിച്ചു തരും. എന്തായിരുന്നു? പ്രിവ്യൂ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പ്രിവ്യൂ പേജ് ഇങ്ങനെ വരും. എല്ലാം ഒന്നും കൂടി നോക്കുക. എല്ലാം ഓക്കെ ആണ്. ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ, സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് ചെയ്യണം. സേവ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സേവ് ചെയ്തു. അപ്പൊ അത് നമ്മള് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ചിലർക്ക് ഓൾറെഡി തുടങ്ങി പറഞ്ഞ നേരത്തെ ക്ലാസ്സിൽ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അവിടെ 10 ചെയ്ത 35 ചെയ്തു. അത് പെട്ടെന്ന് പോവുക. തൊട്ട് പുറകെ നമ്മളെല്ലാരും പിടിച്ചോണം കേട്ടോ. അപ്പം ഈ പറഞ്ഞ 35 ചെയ്യാറുണ്ട്. എന്തെങ്കിലും എഡിറ്റിന് വേണ്ടി ചെയ്യാൻ ആ സാധനം വിളിച്ചാൽ കണ്ണാടി സാധനം എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി നമ്മൾ എന്തെങ്കിലും കറക്ഷൻ, അതായത് എന്തെങ്കിലും എഡിറ്റ് വരുത്താൻ വേണ്ടി നേരത്തെ പറഞ്ഞ രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, കറക്ഷനോ അതേപോലെ എഡിറ്റ് വരുത്താൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഡോക്യുമെന്റ്സും അതിനുള്ള വിവരങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്ഥലത്ത് നമ്മൾ അത് വേണ്ട രീതിയിൽ കൊടുത്തുള്ളൂ. അങ്ങനെ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ പ്രവർത്തനം പൂർത്തിയായി. പിന്നെ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ചേട്ടന്റെ ഭാര്യയാണ്, മക്കളാണ്, അച്ഛനമ്മ ആണ്, ഇവരെല്ലാവരും. ചിലര് ഇങ്ങനെ ദൂരെയായിട്ടായിരിക്കാം നമ്മുടെ വോട്ടർ പട്ടികയിൽ കിടക്കുന്നത്. ഇപ്പൊ കണ്ടിട്ടില്ലേ? മൂത്തവൻ മുകളിൽ മൊബൈൽ ഫോൺ കണ്ടിരിക്കാം, മകള് വേറെ മുകളിൽ മൊബൈൽ ഫോൺ കണ്ടിരിക്കാം, അച്ഛൻ വേറെ അടുത്ത്, അമ്മ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇരിക്കുന്ന നമ്മുടെ മൊബൈൽ പട്ടികയിലും ഇലക്ട്രൽ റോളിലും എങ്ങനെയാണ് ഒരു പരസ്പരത്താണ്. അവരെല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു പണിയൊക്കെ ചെയ്തു കാണുമല്ലോ. ഓൾറെഡി ചെയ്ത വോട്ടർ പട്ടിക നേരത്തെ കൊടുത്തേ നമ്മൾ പുതുതായിട്ട് 2025 പേര് വെച്ച് പുതുതായിട്ട് ഒന്നും ചെയ്യാൻ പോകും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മൾ ഡെത്ത് ലിസ്റ്റ് കൊടുത്തല്ലേ, എന്നിട്ട് വീണ്ടും അത് വന്നില്ലേ, ലിസ്റ്റ് വന്ന് ഷിഫ്റ്റഡ് കേസ് ബൂത്തിലെ ഓഫീസർമാർ എപ്പോഴും പറയുന്നതാണ്. കമ്മീഷൻ പറയും ഞങ്ങൾ കൊടുക്കും, പക്ഷേ പട്ടിക വരുമ്പോൾ വീണ്ടും പഴയ കണക്ക് തന്നെ. അപ്പൊ ആ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഇതുപോലെ ഡബിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി ഒഴിവാക്കുന്നതിനും ഒക്കെ കൂടിയാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള എന്ത് സമ്മറി ഡിവിഷൻ 2025. അടുത്ത വർഷം പേര് മാറും, 2026.
അങ്ങനെ ഈ സംഭവം ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ കൂട്ടത്തിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ എന്ത് ചെയ്യണം? പേര് കേൾക്കാൻ വേണ്ടി. 18 മാത്രമല്ല, ഇപ്പൊ എന്തെങ്കിലും കൂടെ ഓപ്ഷൻ ഉണ്ട്. 17 വയസ്സായാലും കൊണ്ടുവരല്ലോ. അവരെ നമുക്ക് ഫ്യൂച്ചർ വോട്ടേഴ്സ് എന്നുള്ള നിലയിൽ ഒരു ലിസ്റ്റിലാക്കി വെക്കാം. 18 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് നമ്മുടെ ഇലക്ടറൽ റോളിൽ വന്നേക്കും. അപ്പൊ നിങ്ങൾക്കൊരു വോട്ടർ പട്ടിക ഓൾറെഡി കയ്യിലുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് ഈ ഫാമിലിയിൽ ഉള്ള ആളുകൾ ചിതറിക്കിടക്കുന്നവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു നമ്പറൊക്കെ കൊടുക്കാൻ പറ്റില്ല. ഒരു നാഷണൽ നമ്പർ ഒന്നാമത്തെ ഫാമിലിക്ക് ഒന്നെന്നിട്ടിട്ട് അവിടുത്തെ അമ്മയും അച്ഛനും മക്കളാരെങ്കിലും അങ്ങ് ദൂരെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്നെന്ന് എഴുതി, അങ്ങനെ ഒരു ഒന്നെന്ന് എഴുതി എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ഒരു ഫാമിലി. അടുത്ത 2 അത് ഈ മൊബൈൽ ഫോണിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പരിശോധിച്ച് തന്നെ കിട്ടും. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുള്ള നിലയിൽ തന്നെ ചെയ്താൽ മതിയാവും. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫണ്ടൊക്കെ അലോട്ട് ചെയ്ത് അല്ലെ കിട്ടിയല്ലോ എല്ലാവർക്കും. അപ്പൊ നമ്മൾ പുതുതായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നുള്ളത്. നമ്മളെപ്പോഴും പത്രത്തിൽ വായിക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാര് കേരളത്തിൽ സിഇഒ, താഴേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ ആകും. താലൂക്കിലേക്ക് വരുമ്പോൾ തഹസിൽദാർ, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ആകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബൂത്ത് ലെവൽ പ്രവർത്തിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ. അവരൊരാൾ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കും. കളക്ടർ പറഞ്ഞാൽ ഒഴിവാക്കത്തില്ല. അവരൊരാൾ ഉൾപ്പെടുത്താൻ വേണ്ടി റിപ്പോർട്ട് ഫോൺ നമ്പർ ആ ന്യൂ ഫോമിൽ അപേക്ഷ അയക്കുമ്പോൾ അവർ റിപ്പോർട്ട് ചേർക്കാമെന്ന് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവരെ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരും. അപ്പം വോട്ടർ പട്ടികയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതും ഒരാളെ ഒഴിവാക്കുന്നതും ഒക്കെ ആത്യന്തികമായി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാർ. അപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള ജോലി നിർവഹിക്കുന്നതിന് വേണ്ടി തുടർന്നുള്ള സെഷനിലേക്ക് നമുക്ക് നീങ്ങാം.